ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 14 അധ്യായം 13 വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 14 അധ്യായം 13 വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നുവെന്ന് ആത്മാവ് പറയുന്നു. ഭാഗ്യവാന്മാർ ആരാണ്? ഭാഗ്യവാന്മാർ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. മൃതന്മാർ അനേകരുണ്ട്, അതിൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാരാണ് ഭാഗ്യവാന്മാർ. മരിച്ചു പോകുന്ന അനേക മനുഷ്യരുണ്ട്, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന അനേക മനുഷ്യരുണ്ട്. ഓരോ കാലയളവിൽ ഓരോ നാളുകളിൽ ഓരോരുത്തരെ കടന്നു പോകുന്നു. എന്നാൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാരുണ്ട്, അവരാണ് ഭാഗ്യവാന്മാർ. എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട്, എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നവരാണ്. കർത്താവിൽ മരിക്കാൻ സാധിക്കുന്നതാണ് ഭാഗ്യം. ക്രിസ്തുവിൽ മരിക്കാനിടയാകുക, അതാണ് ഭാഗ്യം. ക്രിസ്തുവിൽ മരിക്കാനിടയാകുക. പലപ്പോഴും നാം ചിന്തിക്കും, എൻ്റെ ദൈവമേ, ഈ ഭൂമിയിലെ ജീവിതം തന്നെ കഷ്ടപ്പെട്ട് വിഷമിച്ച് കഴിയുന്നു, മരണശേഷമുള്ള കാര്യം ഇപ്പോൾ ചിന്തിക്കുന്നതിനാണ്. ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ തന്നെ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്തുമാത്രം പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ആകെ കുത്തഴിഞ്ഞൊരു ജീവിതം. ഒരിക്കലും വിശ്രമമില്ല, സമാധാനമില്ല, കുടുംബത്തിൽ സന്തോഷമില്ല, ഐക്യമില്ല, ഒരു സ്വൈര്യമില്ല, മനസ്സിനൊരു ശാന്തത കിട്ടുന്നില്ല. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം, കുറച്ച് നാളത്തെ ജീവിതം, അതുപോലും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. പിന്നെയാണോ മരിച്ചതിന് ശേഷമുള്ള കാര്യം? ഇതൊന്ന് സമാധാനമായിട്ട് ജീവിച്ചിട്ട് വേണ്ടേ? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദുരിതമുണ്ട്. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്, ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു. കഷ്ടമില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല, ദുരിതങ്ങളില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല, യാതനകളില്ലെന്നും കർത്താവ് പറഞ്ഞില്ല. ഭൂമിയിൽ നിങ്ങൾക്ക്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും. കഷ്ടമുള്ളപ്പോഴും ധൈര്യപ്പെടാൻ സാധിക്കും. അതെങ്ങനെയാണ്? കഷ്ടതയും രോഗവും വേദനയും യാതനയും ഉള്ളപ്പോൾ തന്നെ ധൈര്യപ്പെടാൻ സാധിക്കും. ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ധൈര്യപ്പെടാം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ ധൈര്യപ്പെടാം. കാരണം എല്ലാം കാണുന്നവനും എല്ലാം നിയന്ത്രിക്കാൻ ശക്തനുമായവൻ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തു എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കുന്നു. ആ ഉറപ്പാണ് ധൈര്യം, ക്രിസ്തു എന്നിലുണ്ട് എന്ന്. അങ്ങനെയുള്ളവരാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. ക്രിസ്തുവിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ക്രിസ്തുവാണ്, ജീവിതത്തെ ഭരിക്കുന്നത് ക്രിസ്തുവാണ്, ഓരോ ചുവടുവയ്പ്പിലും അവരെ നയിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു നയിക്കുന്നില്ലെങ്കിൽ അപകടത്തിലേക്കാണ് നീങ്ങുന്നത് താനും. ക്രിസ്തു അല്ല നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ നാം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ തടയാനാകാത്ത വിധത്തിൽ അങ്ങ് അനർത്ഥത്തിലേക്ക്, അഗാധതയിലേക്ക്, അഴുക്കിലേക്ക്, നാശത്തിലേക്ക് നാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തു തമ്മിൽ വസിക്കണം, നാം ക്രിസ്തുവിലാകണം. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. യേശു ക്രിസ്തുവിൽ മരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മരിക്കുന്ന ആളുകളിൽ ഒന്ന് ക്രിസ്തുവിൽ മരിക്കുന്നവരുണ്ട്, രണ്ട് ക്രിസ്തുവിൽ മരിക്കാത്തവരുണ്ട്. ക്രിസ്തു ഉള്ളവരുണ്ട്, ക്രിസ്തു ഇല്ലാത്തവരുണ്ട്. വിത്ത് ക്രൈസ്റ്റ് ആൻഡ് വിതൗട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിനെ കൂടാതെ. വിത്ത് ക്രൈസ്റ്റ് ആൻഡ് വിതൗട്ട് ക്രൈസ്റ്റ്. ലോകത്തിങ്ങനെയാണ്, ഇത് രണ്ടേ ഉള്ളൂ. ക്രിസ്തു ഉള്ളവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ, അത് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. ക്രിസ്തു ഇല്ലാത്തവരോ അന്ത്യക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ, എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ. എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ഒരു വലിയ കൂട്ടം ജനം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി വേറൊരു കൂട്ടം ജനം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി സഭയെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മനുഷ്യരെ ഒരുക്കുന്നത് ദുരാത്മാക്കളാണ്. വേദപുസ്തകം പറയുന്നത് കള്ളപ്രവാചകൻ എന്നാണ്. പ്രവാചകന്മാരുണ്ട്, കള്ളപ്രവാചകന്മാരുണ്ട്. നല്ല നാണയങ്ങളുണ്ട്, കള്ള നാണയങ്ങളുണ്ട്. നല്ല നോട്ടുകളുണ്ട്, കള്ള നോട്ടുകളുണ്ട്. എല്ലായിടത്തും ഉണ്ട് വ്യാജന്മാർ, വ്യാജം.
സുവിശേഷകന്മാരുടെ ഇടയിലും വ്യാജന്മാരുണ്ട്. സുവിശേഷന്മാരുടെ ഇടയിലും ചിലപ്പോഴെല്ലാം ചില പ്രസംഗങ്ങളിൽ ഈ ടി വിയിൽ കാണുമ്പോൾ, ക്ഷമിക്കണേ, ഞാൻ അമ്പരപ്പിലാകാറുണ്ട്. എൻ്റെ കർത്താവേ, സുവിശേഷത്തെ ഇന്ന് വിലകെടുത്തുന്നല്ലോ എന്ന്. സുവിശേഷത്തെ വിലകെടുത്തുന്നു. എന്താണ് സുവിശേഷം? രോഗശാന്തിയൊന്നുമല്ല സുവിശേഷം. അത്ഭുത രോഗശാന്തിയല്ല സുവിശേഷം. പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കാൻ കൊള്ളാം, പാവപ്പെട്ടവരെ കബളിപ്പിക്കാൻ കൊള്ളാം. എന്താണ് സുവിശേഷം? പാപിക്ക് നിത്യജീവൻ തരുന്നതാണ് സുവിശേഷം. ഹൃദയം മുറിപ്പെട്ടിരിക്കുന്നവന് ആശ്വാസം തരുന്നതാണ് സുവിശേഷം. ഹൃദയം തകർന്നിരിക്കുന്നവന് സമാധാനം തരുന്നതാണ് സുവിശേഷം. നരകയോഗ്യനായവനെ സ്വർഗത്തിലാക്കുന്നതാണ് സുവിശേഷം. ക്രിസ്തുവാണ് സുവിശേഷം. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലായി എന്ന് വരികയില്ല. പക്ഷെ വിഷമിക്കേണ്ട, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ, നിങ്ങൾക്ക് മനസ്സിലാകും. അല്ല, നിങ്ങൾ അനുഭവിക്കും. യേശുക്രിസ്തു നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ക്രിസ്തുവാണ് സുവിശേഷം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവാണ് സുവിശേഷം. ഈ ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ഈ മണവാട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധിയുടെ ഒരുക്കം, വിശുദ്ധ വസ്ത്രം കൊണ്ടുള്ള ഒരുക്കം, വിശുദ്ധ ആഭരണങ്ങൾ കൊണ്ടുള്ള ഒരുക്കം. വളരെ അത്ഭുതകരമായ കാര്യമാണത്. എലിയാസ റിബേക്കയെ ഒരുക്കിയപ്പോൾ ആടയാഭരണങ്ങൾ നൽകി, മോതിരം ഒഴിവിച്ചു, പുതു വസ്ത്രം കൊടുത്തു, അവൾക്ക് മൂക്കുത്തി കൊടുത്തു. എന്തെല്ലാം ഇതെല്ലാം ഏലിയാസാർ കൊടുത്തു എന്ന് പറയുന്ന ആ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലെ വിഷയങ്ങൾ പുതിയ നിയമത്തോട് ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോഴാണ് വളരെ ആഴമുള്ള അർത്ഥങ്ങൾ അതിനകത്തുണ്ടെന്ന് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ജനത്തെ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നാം ചിന്തിക്കേണ്ട വിഷയത്തിലേ ഉള്ളൂ, ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണോ? ഒരു നാൾ ക്രിസ്തു എന്നെ സ്വീകരിക്കാൻ വരും. ഒരു നാൾ ക്രിസ്തു എന്നിൽ ലയിക്കുവാനായി വരും. ഞാൻ ക്രിസ്തുവിൽ ലയിക്കുവാനായി വരും. ഒരു നാൾ ക്രിസ്തുവും ഞാനും ഒന്നായി തീരും. ഞാൻ ഒരു നാൾ നിത്യതയിൽ ക്രിസ്തുവിനോട് വാഴും. ഈ ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ക്രിസ്തുവിലാകുക എന്ന് പറയുന്ന മഹാഭാഗ്യത്തെ പൂർവ്വ പിതാക്കന്മാർ അവർ പാടിയിട്ടുള്ളത് നിൻ ശരണേ മൃതരാം സഹോദരർ എന്നാണ്. നിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് മൃതരായവർ, കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് മരിച്ചുപോയവർ. നിൻ ശരണേ മൃതരാം സഹോദരരിൽ ചൊരിയണമേ മോദപ്പനീരനാഥ. നിൻ്റെ ശരണത്തിൽ മരിച്ചുപോയ മൃതരായ പിതാക്കന്മാരും സഹോദരന്മാരുമായ വാങ്ങിപ്പോയവർക്ക് അങ്ങ് ആനന്ദകരമായ മോദത്തിൻ്റെ പനിനീര്, അനുഗ്രഹത്തിൻ്റെ ആ കുളിർമ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ അങ്ങനെയുള്ളവരാണ് നിത്യതയിലെ ആനന്ദം അനുഭവിക്കുന്നത്. അതാണ് പിതാക്കന്മാർ പാടുന്നത്, നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിൻ്റെ വരവിന് കാത്തിയിടും മൃതരിൽ കനിയണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയാകുന്ന അനേക ആളുകളുണ്ട്, മരിച്ചു പോകുന്ന അനേക ആളുകളുണ്ട്. പക്ഷേ നിന്നിൽ ശരണത്താൽ, ക്രിസ്തുവിൻ്റെ കൃപയിൽ ശരണത്താൽ, നിന്നിൽ ശരണത്താൽ, നിൻ്റെ ശരണത്തിൽ മരിച്ചു പോയവർ, നിൻ്റെ ശരണത്തിൽ വാങ്ങിപ്പോയവർ, നിന്നിൽ ശരണത്താൽ നിദ്രയിലായി, നിന്നിലുള്ളതായ ശരണത്തിൽ, നിൻ്റെ കൃപയിലുള്ളതായ ശരണത്തിൽ നിദ്രയിലായി, നിൻ്റെ വരവിന് കാത്തിയിടും മൃതർ. അവർ നിന്നിൽ ശരണത്താൽ മരിച്ചു പോയതുകൊണ്ട് നിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അവർ വാങ്ങിപ്പോയവരാണെങ്കിലും, അവരെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായെങ്കിലും അവർ ആത്മലോകത്ത് നിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന മൃതന്മാരിൽ കനിയണമേ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരം അത് ഉണർത്തണമേ കബറിയെന്ന് ഉദ്യാനത്തിനായി. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസർ, നിൻ്റെ കൃപയിൽ ശരണത്താലെ മരണമടഞ്ഞൊരു ദാസർ. മരണമടയുന്നവർ അനേകരുണ്ട്, പക്ഷേ നിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് മരിച്ചു പോകുന്നവർ കുറേ പേരുണ്ട്. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരം അത് ഉണർത്തണമേ കർത്താവേ. രണ്ടാമത്തെ വരവിൽ നിൻ്റെ രണ്ടാമത്തെ വരവിലുള്ളതായ ജീവൻ്റെ സ്വരം അവരെ കബറിയിൽ നിന്ന് ഉയർത്തണമേ, ഉണർത്തണമേ. എങ്ങോട്ട്? ഉദ്യാനത്തിലേക്ക്, ഏദൻ പർദീസായിലേക്ക്.
കബറിൽ നിന്ന് അവരെ ഉദ്ധരിച്ച് ഉത്ഥാനം ചെയ്യിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഉദ്യാനത്തിലേക്ക് സ്വർഗീയ പരദീസായിലേക്ക് അവരെ സ്വീകരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് പാടൂ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരിൽ ജീവസ്വരമതുണർത്തണമേ നിൻ ശരണേ മൃതരാം പാദ സഹോദരരിൽ ചൊരിയണമേ മോദ നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. ക്രിസ്തുവിൽ ശരണത്താൽ നിദ്രയിലാകണം. ക്രിസ്തുവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് നിദ്രയിലാകണം. ക്രിസ്തുവിൻ്റെ കൃപയിൽ കടന്നു പോകണം. കൃപയിലാകുക. കൃപയിലാകാൻ പറ്റിയില്ലെങ്കിൽ കൃപയിൽ നിന്ന് വീണു പോകുന്നു. കൃപയിൽ നിന്ന് വീണു പോകുന്നൊരവസ്ഥയുണ്ട്. അതാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇന്ന് സ്വാതന്ത്ര്യം കിട്ടി, പല പാവങ്ങളും മാറി. പക്ഷേ അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വേണ്ട എന്ന് വെച്ചു. മദ്യപാനം വേണ്ട എന്ന് തീരുമാനിച്ചു. ഇനി അരുതാത്ത കൂട്ടുകെട്ട് വേണ്ടെന്ന് വിചാരിച്ചു. വെറിക്കൂത്തുകളും കൊള്ളരുതായ്മകളും വേണ്ട എന്ന് വിചാരിച്ചു. ചില തീരുമാനങ്ങൾ വന്നു. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ തീരുമാനങ്ങളെല്ലാം പൊളിഞ്ഞുപോയി. ദൈവത്തോട് പറഞ്ഞ വാക്കുകൾ ലംഘിച്ചു പോയി. അപ്പോൾ എന്തു പറ്റി? കൃപയിൽ നിന്ന് വീണുപോയി. സ്വാതന്ത്ര്യം കിട്ടിയതായിരുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പീൻ. അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമമുഖത്തിൽ കുടുങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപയിൽ നിന്ന് വീണു പോവുകയാണ്. വായിക്കൂ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായി ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കണ്ടോ? ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോകുന്നതാണ് കൃപയിൽ നിന്ന് വീണു പോകുക എന്ന് പറയുന്നത്. ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. സ്വാതന്ത്ര്യം കിട്ടിയതായിരുന്നു. പിശാചിൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നതായിരുന്നു. സാത്താൻ്റെ ജയിലറയിൽ നിന്ന് മോചനം കിട്ടിയതായിരുന്നു. പാപത്തിൻ്റെ ഭീകരമായ ആ പിടിപാടിൽ നിന്ന് മോചനം കിട്ടിയതായിരുന്നു. ചില വ്യക്തമായ തീരുമാനങ്ങൾ ലഭിച്ചതായിരുന്നു. ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറിയതായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. ആന്തരികമായ സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പിശാചിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം, പിശാചിൻ്റെ ദുസ്വാധീനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കിട്ടിയതായിരുന്നു. പക്ഷേ എന്തുപറ്റി? ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. കൃപയിൽ നിന്ന് വീണുപോയി. കൃപയിൽ ആയിരിക്കുന്നൊരവസ്ഥയുണ്ട്, കൃപയിൽ നിന്ന് വീണുപോയ അവസ്ഥയുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഗലാത്യ ക്രിസ്ത്യാനോട് പറയുകയാണ്, ഗലാത്യ സഭയിലുള്ള ദൈവമക്കളോട് പറയുകയാണ്, അയ്യോ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയല്ലോ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുക നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് തന്നതല്ലേ? നിങ്ങൾ ക്രിസ്തുവിനെ അടുത്ത് കിട്ടിയതല്ലേ? നിങ്ങൾ അടുത്ത് അറിഞ്ഞവരല്ലേ? ക്രിസ്തു പ്രാർത്ഥന കേൾക്കുന്നതാണെന്ന് അനുഭവം കിട്ടിയവരല്ലേ? ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിക്കാൻ അവസരം കിട്ടിയവരല്ലേ? യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് ലഭിച്ചതല്ലേ? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? 3-ാം അധ്യായം 1-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ തുടർന്ന് പറയുമ്പോൾ പറയും, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഇനി ക്രിസ്തു നിങ്ങൾ വീണ്ടും ഉരുവാകണം. ഇനിയും നിങ്ങളിൽ ക്രിസ്തു ജനിക്കണം. ക്രിസ്തു നിങ്ങളിൽ നിന്ന് പുറത്തുപോയി. ക്രിസ്തു നിങ്ങളോടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയി. നിങ്ങൾ ക്രിസ്തുവിനെ വേണ്ട എന്ന് വെച്ചുപോയി. ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പക്ഷേ നിങ്ങൾ സംഭവിച്ചു പോയി. ഇനി എന്ത് ചെയ്യണം? ക്രിസ്തു നിങ്ങൾ വീണ്ടും ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഒരു ശിശു ജനിക്കുന്നതിന് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ
നിങ്ങളിൽ യേശുക്രിസ്തു വീണ്ടും ജനിക്കുന്നതിന് വേണ്ടി പ്രസവവേദന പോലുള്ളതായ വേദന അനുഭവിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോസ്തലൻ പറയുകയാണ്, അപ്പോസ്തലൻ ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ പൗലോസ്ലീഹ അധ്വാനിച്ച് യാതന അനുഭവിച്ച് വേദന അനുഭവിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് കർത്താവിൻ്റെ കൃപയാൽ ഒരു കൂട്ടം ജനത്തെ ജീവൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഗലാത്യ സഭ. അവർ ആത്മാവിൽ മരിച്ചുപോയി, ക്ഷുദ്രം ചെയ്ത് മയക്കിയതുപോലെ ആയിപ്പോയി. ഏതാണ് ക്ഷുദ്രം ചെയ്ത് മയക്കിയതുപോലെ? അനേകം വിശ്വാസികൾ ഇന്നങ്ങനെയാണ്, ക്ഷുദ്രം ചെയ്ത് മയക്കിയിട്ടിരിക്കുന്ന പോലെ. ഏതോ ഒരു ബോധാവസ്ഥയെ നശിപ്പിക്കുന്നതായ ഒരു പൈശാചിക ശക്തി, നമ്മുടെ സുബോധത്തെ കെടുത്തിക്കളയുന്നൊരു പൈശാചിക ശക്തി, നന്മയെ നന്മയായി കാണാതെ തിന്മയായി കാണുന്നൊരു ശക്തി, തിന്മയെ തിന്മയായി കാണാതെ തിന്മയെ നന്മയായി കാണുന്നൊരു ശക്തി. നോക്കൂ, എല്ലാം അപകടം പിടിച്ച ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ അവതരിപ്പിച്ചു കൊണ്ടുപോയി, ക്ഷുദ്രം ചെയ്ത് മയക്കി. അങ്ങനെ ഇരിക്കും നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ട് പോയതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? നിങ്ങളിൽ ക്രിസ്തു പിന്നെയും ഉരുവാകണം. വായിക്കൂ. ക്രിസ്തു നിങ്ങളെ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ എൻ്റെ ശബ്ദം ഒന്ന് മാറ്റുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എനിക്ക് നിങ്ങളോട് ഇനി എങ്ങനെയാണ് പറയേണ്ടത്? നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് ചൂണ്ടിക്കാണിച്ചു തരേണ്ടത്? അപ്പോസ്തലൻ സങ്കടത്തോടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. കൃപയിൽ നിൽക്കണം, കൃപയിൽ നിന്ന് വീണു പോകരുത്. ദൈവം ഒരു ഉന്നത സ്ഥാനത്ത് നമ്മെ നിർത്തി. ഭൂമിയിൽ നോക്കുമ്പോൾ ഉന്നത സ്ഥാനമൊന്നുമില്ല. ഭൂമിയിൽ നോക്കുമ്പോൾ പലരുടെ മുമ്പിൽ നാം വിലകെട്ടവരാണ്, പലർക്കും നമ്മെ വിലയില്ല. നമുക്ക് എന്ത് മൂല്യമുണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, കുഴപ്പമില്ല, നഷ്ടമില്ല. പക്ഷേ ദൈവസന്നിധിയിൽ നാം വിലയേറിയവരായതാണ്. ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരായിരുന്നു. നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വിലയേറിയവരായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം മാന്യരായിരുന്നു. സ്തോത്രം. മാലാഖമാർക്ക് നമ്മെ പരിചയമായിരുന്നു. സ്വർഗത്തിലെ മാലാഖമാർക്ക് നമ്മെ പരിചയമായിരുന്നു. സ്വർഗത്തിലെ മാലാഖമാർ പരസ്പരം നമ്മെക്കുറിച്ച് പറയുമായിരുന്നു. നമ്മെക്കുറിച്ച് ആകാംക്ഷയോടെ സംസാരിക്കുമായിരുന്നു, പ്രതീക്ഷയോടെ സംസാരിക്കുമായിരുന്നു. മാലാഖമാരുടെ സദസ്സിൽ നമ്മെക്കുറിച്ചുള്ളതായ പര്യാലോചനകൾ നടന്നിരുന്നു. നമ്മെ എങ്ങനെ സത്യവഴിയിൽ നടത്തേണ്ടു എന്നുള്ളതിനെക്കുറിച്ചതായ ആലോചനകൾ മാലാഖമാർ നടത്തിയിരുന്നു. എന്നാൽ മാലാഖമാരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് തിന്മയിലേക്ക് ദുഷ്ടനായ പൈശാചി നമ്മെ വലിച്ചു കൊണ്ടുപോയി, നമ്മെ വലിച്ചഴിച്ചു കൊണ്ടുപോയി ലോകത്തിൻ്റെ മോഹങ്ങളിൽ കെട്ടിയിട്ടു, ലോകത്തിൻ്റെ ഭോഗങ്ങളിൽ കെട്ടിയിട്ടു, ജഡത്തിൻ്റെ ഇച്ഛകളിൽ കെട്ടിയിട്ടു, നമ്മെ ഭൗതികമായ തിന്മകളിൽ കെട്ടിയിട്ടു. ഫലമോ നാം കൃപയിൽ നിന്ന് വീണുപോയി. ദൈവത്തിന് സ്തോത്രം. കൃപയിൽ നിന്ന് വീണുപോയി. അപ്പോൾ ക്രിസ്തുവിൻ്റെ കൃപയിൽ നിൽക്കണം, കൃപയിൽ നിൽക്കണം. നമുക്ക് ആ ഗീതം ഒന്നുകൂടി പാടാം. നിൻ ശരണേ മൃതരാം സഹോദരനിൽ ചൊരിയണമേ മോദ പരിനീരന്നാഥാ, നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. ക്രിസ്തുവിൻ്റെ ശരണത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ പദവിയാണെന്നോ, എന്തൊരു മഹാഭാഗ്യമാണെന്നോ. അതാ ഞാൻ പറഞ്ഞത്, ലോകത്തിൽ ആളുകൾ വെറുക്കും നമ്മെ, പലർക്കും പരിഹസിക്കാം, പലർക്കും പുച്ഛിക്കാം, നമ്മെ വിലകെടുത്താം, ശരിയാണ്. പക്ഷേ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപ്പെട്ടവരായി മാറുകയാണ്. സ്വർഗത്തിൽ നാം വിലയേറിയവരായി മാറുകയാണ്. നിത്യതയിൽ ഇവിടെ 10 100 കൊല്ലമുള്ള, അല്ല 10 80 കൊല്ലമുള്ള ഈ ഭൗമികമായ ആയുസ്സിൽ നാം വിലകെട്ടവരാണ്. വിലയൊന്നുമില്ല. ആർക്കും പരിഹസിക്കാം, ആർക്കും കളിയാക്കാം, ആർക്കും ഈ പന്ത് കെട്ടുന്നത് പോലെ ഇട്ട് തട്ടാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടാം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നാം ദൈവസന്നിധിയിൽ വിലയേറിയവരാണ്, ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ക്രിസ്തുവിൻ്റെ കൃപയിലാകുക, അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് പിതാക്കന്മാർ പിന്നെയും പാടി. ഖേദം വേണ്ട മിശിഹായിൽ മൃതി പൂണ്ടവരെ, ക്രിസ്തുവിൽ മരിച്ചവരെ നിങ്ങൾ ദുഃഖിക്കേണ്ട. ക്രിസ്തുവിൽ മരിച്ചോ നിങ്ങൾ ദുഃഖിക്കേണ്ട. കാരണം നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു. പുനരുത്ഥാന ദിനത്തിൽ, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു. നിങ്ങൾ പ്രതിഫലം വാങ്ങാനായിട്ട് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും. പാടാം. ഖേദം വേണ്ട മശിഹായിൽ പ്രതിപൂണ്ടോരേ, ആസന്നം പ്രതിഫലമേകും പുനരുത്ഥാനദിനെ. കേടന്യേ കബറുകളിൽ നിന്നും നിങ്ങളെഴുന്നേ, അതിവേഗം രാജാത്മജനെ
തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ. കനിവാലാദാം സുതജീവപ്രദനേ കൃപ ചെയ്യുക. ഖേദിക്കേണ്ട, നിങ്ങളിന്ന് കടന്നു പോകുന്നുള്ളതിൽ ദുഃഖിക്കേണ്ട. ഇന്ന് പ്രിയപ്പെട്ടവരെല്ലാം വിട്ടു പോകുന്നു, അമ്മയെ വിട്ടു പോകുന്നു, അല്ലെ ഭാര്യയെ വിട്ടു പോകുന്നു, ഒന്നും ദുഃഖിക്കേണ്ട. മക്കളെ വിട്ടു പോകുന്നു, ഖേദം വേണ്ട. കാരണം മിശിഹായിൽ മതി കൊണ്ടവരാണ് നിങ്ങൾ. മിശിഹായിൽ ഭരിച്ചവരാണ്. ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയി മിശിഹായിലാണ്. നിങ്ങൾക്ക് പ്രതിഫലം ആസന്നമാണ്. അടുത്തതാണ് കിട്ടാൻ പോകുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ആസന്നം പ്രതിഫല വേഗം. പുനരുത്ഥാന ദിനത്തിൽ നമ്മുടെ പഴയ പുസ്തകങ്ങളിൽ പുനരുത്ഥാന ദിനം എന്നാണ്, തെറ്റില്ല. എങ്കിൽ അതിനേക്കാൾ നല്ലത് പുനരുത്ഥാന ദിനേ എന്നുള്ളതായിരിക്കും മലയാള ഭാഷയുടെ വ്യാകരണപരമായ ശരിയായത്. പുനരുത്ഥാന ദിനത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ദിവസം വരാൻ പോകുന്നു. മിശിഹായിൽ മൃതി കൊണ്ടവരെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അല്ലാത്തവരെല്ലാം അവിടെ ശവക്കല്ലറിൽ കിടക്കും. മിശിഹായിൽ മൃതി കൊണ്ടവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. അത് ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വിശുദ്ധന്മാരാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ. സ്തോത്രം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിലായാൽ ക്രിസ്തുവിൽ മരിക്കാം. ക്രിസ്തുവിൽ മരിച്ചാൽ ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കു കിട്ടും. ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കു കിട്ടിയാൽ നമുക്ക് പ്രതിഫലം കിട്ടും. അന്ന് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? മഹിമാവിൻ്റെ നീരാളം ചാർത്തിക്കൊണ്ടാണ്, തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. നീരാളം തേജസ്സിൻ്റെ പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ പോയി നിൽക്കും. തേജസ്സിൻ്റെ വസ്ത്രം, മഹിമാവിൻ നീരാളം ചാർത്തി നിങ്ങൾ നിൽക്കും. സ്തോത്രം. എന്ത് മനോഹരമാണത്! എന്താ ആ സദസ്സ്! ആ സമയം ഒന്ന് ഓർത്തു നോക്കൂ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ അണിനിരന്ന് ആകാശത്തിലേക്ക് പറന്നുയരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, മധ്യാകാശത്തിലേക്ക് പറന്നുയരുമ്പോൾ പാവപ്പെട്ട ഞാനും, കർത്താവെ പാവപ്പെട്ട ഞാനും, ദൈവമേ ജീവിതത്തിൽ അനേകം പാവങ്ങൾ സംഭവിച്ച ഞാനും, കർത്താവെ ജീവിതത്തിൽ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഞാനും കർത്താവെ ഞാനും എൻ്റെ കർത്താവെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ടവനായി, തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനായി ഞാനും പറന്നെത്തുമല്ലോ. എനിക്ക് മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പാടാം. ഖേദം വേണ്ട മശിഹായിൽ പ്രതിപൂണ്ടോരേ, ആസന്നം പ്രതിഫലമേകും പുനരുത്ഥാനദിനേ. കേടന്യേ കബറുകളിൽ നിന്നും നിങ്ങളെഴുന്നേ, അതിവേഗം രാജാത്മജനെ എതിരേൽപ്പാനെത്തും. മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ. കനിവാലാദാം സുതജീവപ്രദനേ കൃപ ചെയ്യുക. ക്രിസ്തുവിൽ ജീവിച്ചാൽ ക്രിസ്തുവിൽ മരിക്കാം. ക്രിസ്തുവിൽ മരിക്കാനിടയായാൽ ഭാഗ്യം. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഞാനും ഒരു ദിവസം മരണമെന്ന യാഥാർത്ഥ്യത്തെ നേരിടും. അന്ന് നമുക്ക് കർത്താവിൽ മരിക്കാനിടയാകണം. കർത്താവിൽ മരിക്കാനിടയാകണം. എല്ലാം മാറിപ്പോകും. എല്ലാവരും മാറിപ്പോകും. ഒന്നും കൂടെ നിൽക്കുകയില്ല. നാം സമ്പാദിച്ച പണം കൂടെ നിൽക്കുമോ? നമ്മുടെ ഉദ്യോഗത്തിൻ്റെ വലിപ്പം കൂടെ നിൽക്കുമോ? നമ്മുടെ പ്രതാപം കൂടെ നിൽക്കുമോ? നമ്മെ പല രീതിയിൽ സഹായിച്ചവരാരും കൂടെ നിൽക്കുമോ? നമ്മെ ഏറ്റവും അധികം സ്നേഹിച്ച പ്രിയപ്പെട്ട ഭാര്യ കൂടെ നിൽക്കുമോ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവ് കൂടെ നിൽക്കുമോ? നമ്മുടെ ഓവന കുഞ്ഞുങ്ങൾ കൂടെ നിൽക്കുമോ? ഇല്ല, ആർക്ക് നിൽക്കാൻ പറ്റുകയില്ല. നാം എല്ലാം കടന്നു പോകും. ഈ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നാം എല്ലാം കടന്നു പോകും. എന്നാൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന പുനരുത്ഥാന ദിവസത്തിൽ ആ കൂടെ നാം കാണപ്പെടണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന സംഘത്തിൽ നാം കാണപ്പെടണം. നാം മഹിമാവിന് നീരാളം ചാർത്തി കർത്താവായ യേശുവിന്റെ അടുക്കൽ നിൽക്കാൻ സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. നാം സന്തോഷത്തോടെ, സമാധാനത്തോടെ, മുഖശോഭയോടെ, മുഖപ്രസന്നതയോടെ ക്രിസ്തുവിന് സന്നിധിയിൽ ചെന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ കേൾക്കാൻ നമുക്കൊരു ശബ്ദം. ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേട്ടാണ് നാം പറഞ്ഞു ചെല്ലുന്നത്. അപ്പോൾ കേൾക്കാൻ ഒരു ശബ്ദം. സ്തോത്രം. എന്താണ് ശബ്ദം? എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. സ്തോത്രം. എന്തൊരു ഭാഗ്യം! ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് ആ ശബ്ദം കേട്ടുകൊണ്ട് നാം നിൽക്കുമ്പോൾ കേൾക്കാം രാജാധിരാജൻ്റെ മുഖത്തു നിന്നൊരു ശബ്ദം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ,
ആ വിളി നമുക്ക് കേൾക്കണം. അതിനായി നമുക്ക് ഒരുങ്ങണം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ ജീവൻ്റെ വചനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ കൃപയുടെ വചനം ഞങ്ങൾ ഉണർത്തിയതിനായി സ്തോത്രം. നാഥ, നിൻ്റെ അത്ഭുത വചനങ്ങളാൽ ഞങ്ങളെ അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും തഴുകണമേ, തലോടണമേ. ഈ വചനം കേട്ട എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. നാഥ, അവിടുത്തെ രണ്ടാമത്തോടെ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.